ഹലോ എവരി വൺ, വെൽക്കം ടു ഇൻഫിനിറ്റി എഡ്യു ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ്. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, നമ്മൾ നിരവധി ടോപ്പിക്കുകളിൽ കണ്ടിട്ടുള്ളതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റി എഡ്യു ഹബിന്റെ പ്ലേലിസ്റ്റ് ആയിരിക്കുന്ന കേരള മൂവ്മെന്റ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത്? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്. നമുക്ക് നോക്കാം, ഏകദേശം 603 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു ഈ സമരം ഉണ്ടായിരുന്നത്. അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനും ഐത്തത്തിനും എതിരെയായിരുന്നു ഈ സമരം നടന്നത്. അപ്പോൾ എന്തിനെതിരെയായിരുന്നു? ജാതി വിവേചനവും ഐത്തത്തിനും എതിരെ. കാരണം എന്തുകൊണ്ടാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ നടക്കുന്നു അഥവാ സഞ്ചരിക്കുന്നതിനുള്ള അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. കാരണം വൈക്കം സത്യാഗ്രഹം നടക്കാനുള്ള കാരണം എന്താ? വൈക്കം മഹാദേവ ക്ഷേത്രം നമുക്ക് വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗങ്ങളിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ചില വഴികളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട വഴികൾ എന്ന് തന്നെ നമുക്ക് പറയാം, പ്രധാനപ്പെട്ട വഴികളൊക്കെ താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ പാടില്ലാത്ത രീതിയിലായിരുന്നു. ഇതിനെതിരെയായിരുന്നു 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരായിരുന്നു? TK മാധവൻ, KK എളപ്പൻ, KP കേശവമേനോൻ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, EV രാമസ്വാമി നായിക്കർ. EV രാമസ്വാമി നായിക്കർ എന്നത് തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു നേതാവാണ്. അദ്ദേഹം പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒടുവിൽ വൈക്കം വീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായിക്കർ. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് KK എളപ്പനും മന്നത്ത് പത്മനാഭനും ഒക്കെ. അപ്പം വൈക്കം വീരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ട് ഇതിനു മുന്നേ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് KK എളപ്പൻ, മന്നത്ത് പത്മനാഭൻ, EV രാമസ്വാമി നായിക്കർ, അതുപോലെ വേറൊരാളുടെ പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായിക്കറാണ്. അതുപോലെ തന്നെ 1924 മാർച്ച് 30-ന് നമുക്ക് 1924 മാർച്ച് 30-ന് താഴ്ന്ന ജാതിക്കാരനായ കുഞ്ഞാപ്പി, അതായത് പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം സവർണനായ ഗോവിന്ദ പണിക്കർ, അതായത് നായർ സമുദായം എന്നിവർ ഖാദി വസ്ത്രം ധരിച്ച് നിരോധിക്കപ്പെട്ട വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെയാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, അതുപോലെ തന്നെ ബാഹുലേയൻ, അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ സവർണനായ ഗോവിന്ദ പണിക്കർ, നായർ സമുദായത്തിൽപ്പെട്ട, എന്നിവർ ഖാദി വസ്ത്രം ധരിച്ച് നിരോധിക്കപ്പെട്ട വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇവരെ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയത്ത്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് സവർണ ജാഥയാണ്. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സവർണ ജാഥ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണരുടെ ഒരു വലിയ ജാഥ തന്നെ നടന്നു. അപ്പോൾ ഈ ജാഥയിൽ 25,000-ഓളം പേർ ഒപ്പിട്ട ഒരു നിവേദനം റീജൻ മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് സമർപ്പിച്ചിരുന്നു. അപ്പോ 25,000 ആൾക്കാർ എന്താണ് ഒപ്പിട്ടത്? അവർക്ക് ഈ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ഒരു ഹർജിയായിട്ടാണ് അവർ പോയിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വൈക്കം സത്യാഗ്രഹം വളരെ ഫേമസ് ആവാൻ കാരണം എന്താ? മഹാത്മാഗാന്ധിയുടെ ഇടപെടലായിരുന്നു. സോ മഹാത്മാഗാന്ധി വൈക്കത്ത് നേരിട്ടെത്തിയ സത്യാഗ്രഹത്തിൽ തിരുവിതാംകൂർ സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു ആ സമയത്ത്. അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണയും ഈ ഒരു സമരത്തിന് അവർക്ക് കിട്ടിയിരുന്നു. ശ്രീനാരായണ ഗുരു സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമം സത്യാഗ്രഹികൾക്ക് തങ്ങാനുള്ള ഇടമായി മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണ ഉണ്ടായിരുന്നു, അതുപോലെ മഹാത്മാഗാന്ധിയുടെ ഇടപെടലും അഥവാ പിന്തുണയുണ്ടായിരുന്നു ഈ ഒരു ജാഥയ്ക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധി മറ്റു നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള വടക്ക്, തെക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്കുള്ള പൊതുവഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു നൽകാൻ തിരുവിതാംകൂർ സമ്മതിച്ചു. അപ്പോൾ വടക്ക്, തെക്ക്, പടിഞ്ഞാറ് ദിശയിലുള്ള വഴി അത് പൊതുവഴിയാണ്. ആ പൊതുവഴി എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ തന്നെ സഞ്ചരിക്കാനുള്ള ഒരു അവസരമായി ലഭിച്ചു. ഏതുകൊണ്ട്? വൈക്കം സത്യാഗ്രഹം നടന്നതുകൊണ്ട്. അതുപോലെ കിഴക്കേ വഴി, എന്നാൽ ആ സമയത്ത് എന്തായിരുന്നു? കിഴക്കേ വഴി തുറന്നു കൊടുത്തിരുന്നില്ല. വൈക്കം സത്യാഗ്രഹത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് വലിയ ഉത്തേജനം നൽകിയിരുന്നു.
അപ്പോൾ അതെന്തുകൊണ്ടാണ് കിഴക്കേ ഭാഗത്തെ വഴി കൊടുക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ പ്രത്യേകത, അതിന്റെ ആളുകൾക്ക് മാത്രമായി ഒരു വഴി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ, എന്നാലും ഒരു വഴിയും കിട്ടാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ വടക്കും തെക്കും പടിഞ്ഞാറും അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവകാശം കിട്ടിയത് കൊണ്ട് തന്നെ കിഴക്കേ വഴി കിട്ടാത്തതിന്റെ മുകളിൽ അവരൊരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. അപ്പോൾ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? കിഴക്കേ വഴിയും തുറന്നു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് പിന്നീട് 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് വഴിയൊരുക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോൾ നടന്നത്? 1936. അപ്പൊ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായി മാറിക്കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹം അഹിംസാത്മകമായ സമരത്തിലൂടെ സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ തെളിയിച്ചെന്ന് മഹത്തായ പോരാട്ടമായിരുന്നു. അപ്പോൾ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ഒന്നും ഇല്ല, അഹിംസയോട് കൂടിയായിട്ടായിരുന്നു ഈ സമരം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സമരത്തിലൂടെ എന്തുണ്ടായി? ഈ പറയുന്ന പോലെ എല്ലാ ജാതിക്കാർക്കും വൈക്കം ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വടക്ക് തെക്ക് പടിഞ്ഞാറ് ദിശകളിലുള്ള വഴി പൊതുവഴിയാക്കി മാറ്റുകയായിരുന്നു തിരുവിതാംകൂർ ആ സമയത്ത് ചെയ്തിരുന്നത്. അപ്പോ ഈ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതിലൊന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഗാന്ധിയുടെ ഇടപെടലാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണ ഉണ്ടായ ഒരു സമരമാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന നേതാക്കന്മാരെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പൊ ഇതെന്തിനാ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നുള്ളത്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തിയത് കൊണ്ട് അതിനെതിരെയായിരുന്നു ഈ സമരം നടന്നത് എന്ന ബേസിക് പോയിന്റ് മാത്രം നമ്മൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതുപോലുള്ള ഫർദർ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി എഡ്യു ഹബ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. അതിൽ പ്ലേലിസ്റ്റിൽ പോയി കേരള മൂവ്മെന്റ് എന്ന ടോപ്പിക് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മറ്റ് സമരങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.